മേൽമംഗലം അനിരുദ്ധ നമ്പൂതിരിയുടെ അലർച്ചയോടെ കണ്ണുകൾ തുറന്നു. മേൽമംഗലം മനയിലെ രഹസ്യാറയിലായിരുന്നു അയാൾ. അമാവാസി ദിവസം മുതൽ തുടങ്ങി 41 ദിവസം വ്രതം നോറ്റ് കറുത്ത വസ്ത്രം ധരിച്ച് 7 ആവർത്തി പച്ച ചാണം കൊണ്ട് മെഴുകി നിരപ്പാക്കിയ തറയിൽ കളിമണ്ണ് കൊണ്ട് ചാത്തന്റെ രൂപമുണ്ടാക്കി കാട്ടുമുല്ലപ്പൂവ് കൊണ്ട് അർച്ചന നടത്തി. നിഗൂഢ താളിയോലിൽ നിന്നെടുത്ത രഹസ്യമന്ത്രം 101 തവണ എല്ലാ രാത്രികളിലും ജപിച്ച് 8 പടി നീളമുള്ള ചൂരൽ വടി മടിയിലേക്ക് വെച്ച് ചാത്തനെ ആവാഹിച്ച് ചൂരൽ കോലിൽ കയറ്റിയ ശേഷം ഒരു വിജയിയെ പോലെ അയാൾ അലറി. 336 പ്രയോഗങ്ങൾ താൻ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇടതുവശത്തെ പുതുക്കലത്തിൽ കരുതിയ ജലം വലതുവശത്തെ പുതുക്കലത്തിലുള്ള തീക്കനിലേക്ക് ഒഴിച്ച് കനൽ കെടുത്തിയ ശേഷം ചാത്തന് സമർപ്പിച്ച ഒരു കലം കള്ളയാൾ വായിലേക്ക് അമഴ്ത്തി. ചൂരൽപടി മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് സ്വയം താൻ കുട്ടിച്ചാത്തയാണെന്ന ഭാവത്തിൽ അയാൾ അലറി. ചാത്ത, ചാത്ത, ഓം കരുവീര, കരുങ്കുട്ടി ചാത്ത, മുത്തലച്ചിവറ്റ കരുവീര സ്വാമി, നിന്നെ ഞാൻ പഠിച്ച് സേവിക്കുമ്പോൾ വാ വാ വന്നെനിക്ക് വശമായിരിക്ക സ്വാഹ. കൊണ്ടുവാ, എനിക്കെന്റെ കാര്യം കൊണ്ടുവാ, എനിക്ക് അവനെ കാണണം. പോയി കൊണ്ടുവാ. ഒരു ഭ്രാന്തനെ പോലെ അയാൾ അലറി. പറഞ്ഞു കഴിഞ്ഞില്ല. വാതിൽ തുറന്ന് കാരകേൻ അകത്തേക്ക് വന്നു. ഒപ്പം മുകുന്ദനും.